ഇത് തന്നെയാണോ തൊണ്ടി സാധനം? പെട്ടി ഹൃദയമാരി വീട്ടിൽ വെച്ച് പറഞ്ഞതാ. ഇത് ഞാൻ അവിടെ എടുത്താണോ ദൈവമേ? അകത്ത് വല്ല സ്വർണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയടാ. ഇനി സമാധാനായല്ലോ. എന്തു ബഹളായിരുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നമ്മാളമ്മയുടെ അടുത്ത് വന്നാ ഒന്നും നഷ്ടപ്പെടൂലെന്ന്. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനിന്ന് ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ? പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ? അല്ല, സാധാരണ 7 മണിക്ക് പോകുന്ന ആളെന്താന്ന് 11 മണിയായിട്ടും പോകത്തെ? ധൃതി പിടിച്ചൊരു കല്യാണം വേണ്ടായിരുന്നു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൂക്കം ശരിയാവുന്നില്ല. ആ, നേരാം വണ്ണം തൂക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മുൻതൂക്കം കൂടി പോണേ. ഇനിയിപ്പോ അത് ആലോചിച്ച് തരിപ്പടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിർത്തി. ഒരു സംഗതി പറയാനുണ്ട്. നിങ്ങളത്ര വിദ്യാഭ്യാസം ഞമ്മക്കില്ല. പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഏതൊരു പെണ്ണും വിവാഹത്തിന് ശേഷം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു മധുവിധം. ഒരു 2 ആഴ്ച ലീവ് എടുത്തൊന്ന് കറങ്ങിയാണ്. ഇവിടെ ഇപ്പൊ ഒന്നാണ് വരാൻ പോണേ. കൂടിപ്പോയാ ബോംബെക്കുള്ള ബസ് ബാംഗ്ലൂർക്ക് ഇത്രയല്ലേ ഉള്ളൂ. ഓട്ട 4 ട്രിപ്പ്. ആലോചിക്കാനൊന്നുമില്ല. ഒന്ന് ഹിമാലയം വരെ പോയി പോന്നാള്. തണുത്ത കാറ്റടിക്കുമ്പോ മനസ്സൊക്കെ ഒന്ന് കുളിരും. അപ്പൊ അന്യോന്യം പലതും പറയാനുണ്ടാവും. പാലം കെട്ടന്റെ അടുത്ത് കെട്ടിയാൽ ഏത് പോയി അക്കരെ കിടക്കാം. എന്നാ സുധാരം വിട്ടോ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. എത്ര കാലാണ് മതിലിയാട്ടം പണ്ടാറടക്കാന്.